തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP തിലകം അണിയുമെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നത്. എന്നാൽ അത് വിജയതിലകം ആണോ എന്ന് അദ്ദേഹം പറയുന്നുമില്ല. തിലകം എന്നാൽ പൊട്ട്, തൊടുകൂറി, അലങ്കാരമായ ഒന്ന്, ഇതൊക്കെയാണ് അർത്ഥം. മിക്കവാറും BJPക്കാർ ഈ തിലകം ചാർത്താറുമുണ്ട്. 140 മണ്ഡലങ്ങളിൽ തോറ്റപ്പോഴും നേതാക്കളും അണികളുമൊക്കെ നെറ്റിയിൽ പതിവുള്ള തിലകം ചാർത്തിയിരുന്നു. ഈയിടെ സിനിമയിൽ നിന്നും മാറി പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിയതോടെ സ്വന്തമായി ഡയലോഗുകൾ കണ്ടെത്തി അത് പറയേണ്ട അവസ്ഥയിലാണ് നടൻ സുരേഷ് ഗോപി. സിനിമയിലാണെങ്കിൽ വല്ലവരും എഴുതി കൊടുക്കുന്ന ഡയലോഗുകൾ കാണാപ്പാടം പഠിച്ച് തട്ടിവിട്ടാൽ മതിയായിരുന്നു. ഇവിടെ അത് പറ്റാത്തതുകൊണ്ട് പലപ്പോഴും സുരേഷ് ഗോപി സാർ പറയുന്ന വാക്കുകളും വാചകങ്ങളും അല്പമൊക്കെ പിഴക്കാറുമുണ്ട്. അതിലൊന്നാകണം ഈ തിലകത്തിന്റെ കാര്യവും. വികസനം ഉയർത്തിയുള്ള BJPയുടെ പ്രചരണത്തിൽ ജനങ്ങളിൽ നിന്ന് അനുകൂല പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കേവല ഭൂരിപക്ഷമാണോ അല്ലെങ്കിൽ മികച്ച ഭൂരിപക്ഷമാണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കും. അടിസ്ഥാന വികസനത്തിന് വേണ്ട ഡിസൈൻ BJPയെ നയിക്കുന്ന NDA സഖ്യത്തിന്റെ ഭരണത്തിലൂടെ മാത്രമാണ് സാധ്യമാവുകയെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറയുന്നു. ശബരിമല വിശ്വാസികൾ ഈ തെരഞ്ഞെടുപ്പിലും പ്രതികാരം വീട്ടുമെന്നാണ് സുരേഷ് ഗോപിയുടെ മറ്റൊരു ഡയലോഗ്. വോട്ട് ചെയ്യാൻ രാവിലെ 6:35 സുരേഷ് ഗോപിയും കുടുംബവും എത്തിയിരുന്നു. വോട്ട് ചെയ്ത ശേഷം പാർലമെന്റിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഡൽഹിയിലേക്ക് പോയി. തിരുവനന്തപുരത്തെ ശാസ്തമംഗലം NSS സ്കൂളിലാണ് തൃശൂർ MP വോട്ട് രേഖപ്പെടുത്തിയത്. ലോക്സഭാ ഇലക്ഷനിൽ തൃശൂരിലേക്ക് വോട്ട് മാറ്റിയെങ്കിലും ഇപ്പോൾ സുരേഷ് ഗോപി വോട്ട് ചെയ്തത് തിരുവനന്തപുരത്താണ്. ഒരു സാധാരണ സിനിമാ നടനിൽ നിന്ന് പക്വതയുള്ള രാഷ്ട്രീയക്കാരിലേക്കുള്ള ദൂരം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇനിയും താണ്ടിയിട്ടില്ലെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഇന്നലെ പറഞ്ഞത്. സിനിമാ നടന്റെ ഹാങ് ഓവറിൽ നിന്ന് അദ്ദേഹം മുക്തനായിട്ടില്ല എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന വിമർശനം. എന്നാൽ ഇപ്പോൾ അതിന്റെ അതിരും കടന്ന് രാഷ്ട്രീയമായി പിച്ചും പേയും പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയെന്നും ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. രാഷ്ട്രീയ എതിരാളികളെ ഊളകൾ എന്നൊക്കെയാണല്ലോ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്. ഒരു പൊതുപ്രവർത്തകന്, അതും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക്, ഒരു കേന്ദ്രമന്ത്രിക്ക് ചേരുന്ന ഭാഷയാണോ ഇത്? ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതിലൂടെ അദ്ദേഹം സ്വയം നാണം കെടുക മാത്രമല്ല, താൻ പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ യഥാർത്ഥ സംസ്കാരം കൂടിയാണ് ജനങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് തിരുവനന്തപുരത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അജ്ഞത. തിരുവനന്തപുരത്ത് 7-8 സീറ്റുകൾ എന്നാണ് അദ്ദേഹം ഒരു വീഡിയോയിൽ പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ എത്ര നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടെന്നോ, അവിടെ എത്ര ലോക്സഭാ മണ്ഡലങ്ങൾ ഉണ്ടെന്നോ, എന്തിനധികം തിരുവനന്തപുരം കോർപ്പറേഷനിൽ എത്ര വാർഡുകൾ ഉണ്ടെന്ന് പോലുമോ അറിയാത്ത ഒരാളാണ് ജനങ്ങളെ നയിക്കാൻ വരുന്നത് എന്നത് ലജ്ജാവഹമായ കാര്യമാണ്. ഇതിനൊക്കെ പുറമെയാണ് തനിക്ക് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിൽ. സ്വന്തം കഴിവില്ലായ്മ തിരിച്ചറിഞ്ഞ് അത് തിരുത്തുന്നതിന് പകരം മറ്റുള്ളവരെ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു പരാജിതന്റെ ലക്ഷണമാണ്. അങ്ങേയറ്റം പരിഹാസ്യമായ നിലപാടാണത്. ഇപ്പോൾ നേമം മണ്ഡലം മുൻനിർത്തി BJPയും സുരേഷ് ഗോപിയും മനപ്പായസം ഉണ്ണുകയാണ്. തിരുവനന്തപുരത്തെക്കുറിച്ചോ അവിടുത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചോ യാതൊരു ധാരണയുമില്ലാത്ത ഇക്കൂട്ടരുടെ മോഹങ്ങൾ മലർപ്പൊടിക്കാരന്റെ ദിവാസ്വപ്നം പോലെ അവശേഷിക്കുകയുള്ളൂ. നേമത്തെ BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് രാഷ്ട്രീയ വിക്രിയകളിൽ കൂടിയാണെന്ന് സുരേഷ് ഗോപിയുടെ വാദം നേമത്തെ വോട്ടർമാരെ ഒന്നടങ്കം അപമാനിക്കുന്നതിന് തുല്യമാണ്. ജനാധിപത്യത്തിൽ ജനങ്ങളുടെ തീരുമാനത്തെ വിക്രിയ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നതിന് BJP വലിയ വില കൊടുക്കേണ്ടി വരും. രാഷ്ട്രീയ എതിരാളികളെ ഊളകൾ എന്നാണ് ഒരു MP, ഒരു മന്ത്രി അഭിസംബോധന ചെയ്യുന്നത്. അദ്ദേഹത്തിന് മാന്യത ഉണ്ടെങ്കിൽ ആ പ്രസ്താവന പിൻവലിക്കണമെന്നും ശിവൻകുട്ടി പറയുന്നു.